നാം നമ്മെ അറിയണം, ജീവിത രീതികൾ അറിയണം, നമ്മുടെ വിചാര ആചാര വിശ്വാസങ്ങൾ അറിയണം. ഇതെല്ലാം അറിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും: നമ്മുടെ മാതൃഭൂമി ഇത്രയും കാലം ലോകത്തിന് വെളിച്ചം പകർന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന്, ഇന്നും ലോക ജനത ഭാരതത്തിലേക്ക് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. പുരാതന ഭാരതീയ ചിന്താധാരകളിലെ മനസ്സ്, ശരീരം, ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. ഭാരതീയമായ ചിന്താധാരകൾ മുഴുവനും തന്നെ ഒരു വ്യക്തിയുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ ശാരീരികവും മാനസികവുമായ സമഗ്ര വികാസത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ചിന്താധാരകളാണ് പ്രയോഗത്തിൽ വരുത്തിയിരിക്കുന്നത്, രചിക്കപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തില് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന പദപ്രയോഗം, സെന്റൻസ് തന്നെ ഏതൊരു കർമ്മത്തിൻ്റെയും അടിസ്ഥാനം വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിന് ഭാഗവതത്തിൽ ഒരു വരിയുണ്ട്, അത്യുജ്വലമായ വരിയാണ്. ഇത്രയും അധികം സൃഷ്ടികൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മഋഷിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഏതാണ്ട് 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ആധുനിക ശാസ്ത്രം അടിവരയിട്ട് അംഗീകരിക്കുന്ന ഒരു വരിയാണത്. സോക്രട്ടീസും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമെല്ലാം ഈ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് 4 കോമ്പോണന്റ് കൊണ്ടാണെന്നും പരമാവധി 5 കോമ്പോണന്റ് ആണെന്നും പറഞ്ഞപ്പോൾ ഈ നാട്ടില് BC 3138 എഴുതിയ ഭഗവത്ഗീതയില് വ്യക്തമായി പറയുന്നത്, ഭൂമി, പൃഥിവി, ആപോ, അനലോ, വായു, ഘം, മനോ, ബുദ്ധി ഏവചാഹങ്കാരം ഇതിയമേ. പൃഥിവി എന്നുള്ളതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. യത് ഖരം സപൃഥിവി, സോളിഡ് ആയിട്ടുള്ളത്, രണ്ടാമത്തേത് ലിക്വിഡ് ആയിട്ടുള്ളത്, മൂന്നാമത്തേത് ഫ്ലൂയിഡ് ആയിട്ടുള്ളത്, അയോണിക് സ്റ്റേറ്റ്, വേവ് സ്റ്റേറ്റ് കഴിഞ്ഞ 5 എണ്ണം. അതിനുശേഷം മനസ്സിനെ കൊണ്ടുവന്നു. മനോ, ബുദ്ധി, ഇന്നും വിവരിക്കാൻ സാധിക്കാത്ത ബുദ്ധിയെ വിവരിച്ചതിന് ശേഷം 8ാമത്തെ സ്റ്റേറ്റ് അഹങ്കാരം. ഇന്ന് മോഡേൺ സയൻസ്, ഫിസിക്സ്, ആസ്ട്രോണമി, കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റും ഇന്ന് ചെന്നെത്തിയിരിക്കുന്ന ഒരു ബിന്ദുവാണ് അഹങ്കാരം എന്ന്. അഹങ്കാരം മനസ്സിലാക്കിയാൽ മാത്രമേ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാവും. അതിനാദ്യം അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പദപ്രയോഗമല്ല അഹങ്കാരം എന്നുള്ളത്. അഹങ്കാരം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒരു നെഗറ്റീവ് മീനിങ്ങിലാ. ഭയങ്കര അഹങ്കാരമാണ് അയാൾക്ക്. അയാൾക്കുള്ളത് ഭയങ്കര അഹങ്കാരമല്ല, അയാൾക്കുള്ളത് ഭയങ്കര അഹംഭാവമാണ്. അഹങ്കാരം എന്ന വാക്കിന്റെ അർത്ഥം സെൽഫ് അവയർനെസ്, അഹം എന്ന ബോധം ഉണ്ടാക്കുന്ന വികാരം ഏതാണോ അതാണ് അഹങ്കാരം. ഈ സബ്ജക്റ്റ് ഏറ്റവും അധികം ഇന്ന് പഠിക്കുന്നത് നാസയിലുള്ള തിയറട്ടിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അവരൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, 3 പ്രൊഫസർമാര്. അതിന്റെ പേര് സെൽഫ് അവയർ യൂണിവേഴ്സ്, സ്വബോധമുള്ള പ്രപഞ്ചം. സ്വബോധം പ്രപഞ്ചത്തിനുണ്ടെന്നാ പറയുന്നത്. പലതും നമ്മൾ മോഡേൺ സയൻസ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു തെറ്റായിട്ടുള്ള പ്രയോഗമാണ്, നമ്മൾ കണ്ടുപിടിച്ചതല്ല, കണ്ടു പഠിച്ചതാ. എല്ലാം ഈ പ്രപഞ്ചത്തില് ഒരു ഋതം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണപിംഗലം എന്ന് പറഞ്ഞു ഒരു സൈക്ലിക്കായിട്ട് പോകുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ഹാർമോണിയസ് മൂവ്മെന്റോടുകൂടി പോകുന്നു. ആ പോകാൻ കാരണം എന്താണ്? ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്.
1945 മറ്റോ, കൃത്യം ഇയർ ഞാൻ പറയുന്നത് ഒരു പക്ഷേ ശരിയല്ലായിരിക്കാം, നാഗസാക്കിയിലും ഹിരോഷിമയിലും 2 ആറ്റം ബോംബ് വീണ് 8 മിനിറ്റിനുള്ളില് ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടൊറൻഷ്യൽ റെയിൻ ഉണ്ടായി. അവിടെ മേഘമുണ്ടായിരുന്നില്ല, ഹ്യൂമിഡിറ്റി വളരെ കുറവായിരുന്നു. എന്നിട്ട് പോലും ഇത്രയും സൂപ്പർ ടെമ്പറേച്ചർ നാഗസാക്കിയിൽ ഉണ്ടായി. വിത്തിൻ 8 മിനിറ്റ്സ് ഈ ടൊറൻഷ്യൽ റെയിൻ ഉണ്ടാക്കിയത് ആരാണ്? പ്രപഞ്ചത്തിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക് എവിടെയെങ്കിലും മാറ്റം വരുമ്പോൾ അതിനെ സ്വബോധത്തോടുകൂടി ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരഹങ്കാരം, അവയർനെസ്, കോൺഷ്യസ്നെസ്, സ്പോണ്ടേനിയസ് ആക്ഷൻ, ഇൻവോൾവ്മെന്റ്, ഡയറക്ഷൻ ആൻഡ് ദ വർക്ക്, ഗെറ്റിംഗ് ദ വർക്ക് ഡൺ, ഇത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. അത് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. എക്സാക്ട് വെലോസിറ്റിയിലാണ് ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, 1640 കിലോമീറ്റർ. ആരാണ് ഈ സ്പീഡ് നിയമിച്ചത്, നിയന്ത്രിച്ചത്, ഉണ്ടാക്കിയത്, ഓർഡർ ചെയ്തത്? ആർക്കും ഉത്തരം പറയാൻ സാധ്യമല്ല. സൂര്യനിൽ നിന്ന് ജൂലൈ മാസം 3-ാം തീയതി ഭൂമി ഏറ്റവും അകലത്തിലാണ്. തിരിച്ച് ഭൂമി അകലത്തിലേക്ക് പോയി തിരിച്ച് ഏറ്റവും അടുത്ത് വരുന്ന ഒരു ദിവസമുണ്ട്, ജനുവരി 3-ാം തീയതി. ഇത്രയും അകലത്തിലേക്ക് പോയ ഭൂമി എങ്ങനെയാ തിരിച്ചു വരുന്നത്? നേരെ പോയിക്കൂടായിരുന്നു? ഈ ചോദ്യം ചോദിച്ചത് ഇവിടത്തെ ആരുമല്ല. ഈ ചോദ്യം ചോദിച്ചത് പ്രൊഫസർ എറിക് ഡീൻ എന്ന് പറയുന്നതും പ്രൊഫസർ വുൾഫ് എന്ന് പറയുന്ന 2 നാസയിലെ സയന്റിസ്റ്റ് ആണ്. ഡോക്ടർ അമിത് ഗോസ്വാമി എന്ന അതിപ്രഗത്ഭനായ 16 യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായ അമിത് ഗോസ്വാമിയുടെ പുസ്തകത്തിന് ഫോർവേഡ് എഴുതിയ സമയത്ത് ആദ്യത്തെ 2 പേര് പറഞ്ഞ പ്രൊഫസർമാര്, തിയറട്ടിക്കൽ ഫിസിക്സിലെ പ്രൊഫസർമാരുടെ ചോദ്യം, സ്റ്റിൽ നൗ വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ടെൽ യു why electron revolves at 2182 kilometer. 2182 കിലോമീറ്റർ വേഗതയിൽ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങാൻ കാരണം എന്താണ് എന്ന് തിയറട്ടിക്കൽ ഫിസിക്സിലെ നോബൽ സമ്മാനത്തിന് പേര് സജസ്റ്റ് ചെയ്ത പ്രൊഫസർമാർക്ക് ഉത്തരം കണ്ടുകിട്ടുന്നില്ല എന്നുള്ളത് വന്നപ്പോൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം അവര് പറഞ്ഞു, ഇലക്ട്രോണിനെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ശക്തി ഇതിനപ്പുറത്തുണ്ട്. അതിനകത്തുള്ള ന്യൂക്ലിയസ് ഒരു സെക്കൻഡിൽ 32 ലക്ഷം പ്രാവശ്യം കറങ്ങുന്നുണ്ട്, സ്പിൻ ചെയ്യുന്നുണ്ട്. ആരാ ഈ 32 ലക്ഷം എന്ന നമ്പർ കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാ. സോ വൺ തിങ് ഇറ്റ് ഈസ് വെരി ക്ലിയർ, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ. ആറ്റമിൽ വെച്ച് ഏറ്റവും ചെറിയ ആറ്റത്തിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും വലിയ പ്രപഞ്ചത്തിലും സ്വബോധത്തോടുകൂടി ഒരു പരമ ചൈതന്യം നിലനിൽക്കുന്നു എന്ന് മഹാനാരായണ ഉപനിഷത്തില് BC 2500 പറഞ്ഞിരിക്കുന്നത്. മഹാനാരായണ ഉപനിഷത്ത് പറയുന്നു, അണോരണീയാൻ മഹതോ മഹീയാൻ. അടുത്ത ഭാഗം, ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ. ആത്മാവിന്റെ രൂപത്തിൽ സർവജീവജാലങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യം ഏതാണോ അതും പരമമായ ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരു ഭാഗമാണ്. ആ വെളിച്ചത്തില് ഈ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഒരു 15 ചോദ്യം അവനവനോട് ചോദിക്കുക. എന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് 72 പ്രാവശ്യമാണെന്ന് ബയോകെമിസ്ട്രി പറയുന്നുണ്ട്, ഡോക്ടർമാര് പറയുന്നുണ്ട്. എന്താ ഈ ഹാർട്ടിന് 75 എന്ന റൗണ്ട് ഫിഗർ ആയിക്കൂടായിരുന്നു? അല്ലെങ്കിൽ 50 എന്നൊരു നമ്പർ? എന്തിനാ 72 ആയത്? 16 പ്രാവശ്യം 1 മിനിറ്റിലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. റൗണ്ട് ഫിഗർ 20 അല്ലെങ്കിൽ 15 സാധ്യമല്ല. 6.25 ലിറ്റർ ബ്ലഡ്
ഏതാണ്ട് 18,000 പ്രാവശ്യം ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആരാ ഇതിനെ നിയന്ത്രിക്കുന്നത്? ഒരു കൊച്ചുകുട്ടി അതിനെ പിടിച്ച് കിടക്കയിൽ കിടത്തിയാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എവിടെ ഉണ്ടാവും? ഒന്നുകിൽ അടുക്കളയിലുണ്ടാവും, ഉരുണ്ടുരുണ്ട് അടുക്കളയിൽ പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പുറത്ത് കട്ടിലിന്റെ അടിയിലുണ്ടാവും. അതേപോലെ ഞാൻ ഉരുളാത്തത് എന്താ? ഈ കുട്ടി മാത്രം ഉരുളുന്നത് എന്താണ്? ഈ ശരീരമാധ്യം ഗലു ധർമ്മസാധനത്തിന്റെ ബേസ് ഇരിക്കുന്നത് ഈ സെൽഫ് അവയർനെസ് എന്ന ബിന്ദുവിലാണ്. ഈ ശരീരത്തിനൊരു സ്വബോധമുണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ്സിന്റെ അടിസ്ഥാനത്തിലാണ് ശരീരം പെരുമാറുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള വൈദ്യുതി ഹാർട്ടിലേക്ക് ചെല്ലുമ്പോൾ അതിന് ഒപ്റ്റിമം ലെവലിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന നിലവാരത്തിലുള്ള ഇലക്ട്രിക് ഇമ്പൾസ് കൊടുത്താൽ ആ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇമ്പൾസ് കൊടുത്തതാരാ? അറിഞ്ഞൂടാ. അത് അങ്ങനെ കൊടുത്തതാരാ? അറിഞ്ഞൂടാ. അത് മാറ്റി കൊടുത്തുകൂടായിരുന്നു? ഉത്തരം പറയാൻ സാധ്യമല്ല. MBBS കഴിഞ്ഞ് MDയും കഴിഞ്ഞ് FRCPയും കഴിഞ്ഞിട്ട് MRCBSും കഴിഞ്ഞു വരുന്ന വ്യക്തിയോട് ചോദിക്കുക, ഈ ശരീരത്തെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? അദ്ദേഹം ഉടനെ പറയും, MBBS കഴിയുമ്പോൾ എനിക്ക് എത്രത്തോളം അറിയാമായിരുന്നോ അതിനേക്കാൾ കുറവ് ഇപ്പോഴറിയുള്ളൂ. കാരണം MBBS കഴിയുമ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ ശരീരത്തെ കുറിച്ചുള്ള നോളജ് വളരെ കൂടുതലാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ശരീരത്തെ കുറിച്ചുള്ള നോളജ് വളരെ വളരെ കുറവാണ്. കാരണം ഈ ശരീരം ഒന്നും എൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത്. ശരീരത്തിന്റെ ഓരോ പ്രവർത്തനത്തിനും അതിനകത്തുള്ളൊരു സ്വബോധം എന്ന ചൈതന്യത്തിന്റെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് 2 കൈയും കൂപ്പി ശരീരത്തെ തൊഴുതതിന് ശേഷം മാത്രമേ കത്രിക പോലും എടുക്കാറുള്ളൂ ഓപ്പറേഷൻ നടത്തുന്നതിന്. കാരണം ആ ശരീരത്തിന് ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന് പറഞ്ഞ ഈശ്വര ചൈതന്യം അതിനകത്തുണ്ട്. ആ ശരീരത്തെ ആ രീതിയിൽ കണ്ടാൽ മാത്രമേ ശരീരത്തെ കുറിച്ചുള്ള സമഗ്ര ജ്ഞാനം കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഭാരതീയർ അങ്ങനെ കണ്ടത്? ഭാരതീയ വിജ്ഞാനം മുഴുവനും സമഗ്ര വീക്ഷണമായിരുന്നു. അനവധി തരത്തിലുള്ള ഈശ്വര വിശ്വാസങ്ങളുണ്ട്. അതിലെല്ലാ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം നോക്കിയാൽ ഒന്ന് മനസ്സിലാവും. മനുഷ്യന്റെ വ്യക്തിപരമായി നോക്കിയാൽ അദ്ദേഹത്തിന്റെ കോൺഷ്യസ്, അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രത്തിന്, മനസ്സിന് സാന്ത്വനം നൽകാനും മനഃശാസ്ത്രപരമായി കൺസോളേഷനും എവിടെയെല്ലാം വീക്ക്നെസ് വരുന്നുണ്ടോ അവിടെയെല്ലാം ഉത്തേജനം കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന സൈക്കോളജിക്കൽ ഫിനോമിനൻ. രണ്ടാമത്തേത്, നമ്മളുടെ ആചാരങ്ങളുടെ ഭൂരിഭാഗവും ശരീരത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയും. തിങ്കളാഴ്ച ഉപവാസം, ഏകാദശിയുടെ ഉപവാസം എടുക്കണം എന്ന് പറയും. അതുപോലെ തന്നെ 41 ദിവസം വ്രതമനുഷ്ഠിച്ചിട്ടാണ് ശബരിമലയിലേക്ക് പോകേണ്ടത്. വീട്ടിനകത്തേക്ക് ചെരുപ്പിട്ട് പ്രവേശിക്കരുത്. അതുപോലെ തന്നെ ശ്രാദ്ധ കർമാദികൾ ചെയ്യണം. ഇവിടെ എല്ലാം നോക്കിയാലും ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ശരീരത്തെ സമഗ്രമായി ദർശിച്ച് ഭൗതികമായ ശരീരത്തെയും അതുപോലെ സൈക്കോളജിയെയും ഒരുമിച്ച് ചേർത്ത് സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുക. 1940 വരെ ശരീരം എന്ന് പറയുന്നത് വെറും മെഷീൻ പോലെയാണെന്ന് പാശ്ചാത്യ ചിന്തകര്, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചിരുന്നു. 40-ന് ശേഷമാണ് ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള മാറ്റമുണ്ടായത്. മാറ്റമുണ്ടാവാൻ കാരണം എന്താ? ഭാരതീയ ചിന്തയുടെ ഒരു തുമ്പിൽ നിന്നുകൊണ്ട് അവർ നോക്കി, മനസ്സിനെ കൊന്നാൽ, മനസ്സിനെ നശിപ്പിച്ചാൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഇവിടെ ഉണ്ട്. അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി 6 പേരടങ്ങുന്ന ഡോക്ടർമാര് 2ാം ലോക മഹായുദ്ധ തടവുകാരിൽ നടത്തിയ പരീക്ഷണം. ആ പരീക്ഷണം വളരെ സിമ്പിളാ.
ഇവരെ മാനസികമായിട്ട് കൊല്ലാൻ സാധിക്കുമോ എന്നായിരുന്നു പരീക്ഷണം. 6 വ്യക്തികളെ 6 മുറിയിൽ കിടത്തി അവരുടെ കയ്യിൽ ഒരു ട്യൂബ് ഫിറ്റ് ചെയ്യുന്നത് മാതിരി ഒരു ട്യൂബ് ഫിറ്റ് ചെയ്ത് ഒരു ത്രെഡ് എടുത്ത് കെട്ടിയതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധ തടവുകാരാണ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി കോടതിയുടെ അനുമതിയോടുകൂടി ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തുകയാണ്. പരീക്ഷണം ഇതാണ്: നിങ്ങളുടെ ബ്ലഡ് ഓരോ ഡ്രോപ്പായി മാറ്റിക്കളഞ്ഞ് നിങ്ങളെ വധിക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്വയം മരിക്കുന്നത് കാണരുത്. കണ്ണ് കെട്ടി കയ്യ് പതുക്കെ മുറിവുണ്ടാക്കിയ മാതിരി കാണിച്ച് ഈ ട്യൂബ് കയ്യിൽ നിന്ന് പുറത്തേക്കിട്ട് ട്യൂബിന്റെ അറ്റം ഒരു ബക്കറ്റിൽ കാണിച്ച് ബക്കറ്റിലിട്ട് അപ്പുറത്തെ ഒരു ടാപ്പ് തുറന്നു. ഓരോ ഡ്രോപ്പ് വെള്ളം ടാപ്പിൽ നിന്ന് ബക്കറ്റിലേക്ക് വീഴുന്ന ശബ്ദം ഈ വ്യക്തിക്ക് കേൾക്കാം. ആ ഓരോ മിനിറ്റിലും അയാൾ വിചാരിക്കുന്നത്, എൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് ബക്കറ്റിലേക്ക് വീഴുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ശബ്ദം രക്തത്തിൻ്റെതല്ലായിരുന്നു. ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും ഈ വ്യക്തികളിൽ നിന്ന് മാറ്റിയിട്ടില്ല. 20 മിനിറ്റ് കഴിയുമ്പോൾ 6 പേരും അൺകോൺഷ്യസ് ആയി. ഒരാൾ മാത്രം 25 മിനിറ്റ് കഴിഞ്ഞ് അൺകോൺഷ്യസ് ആയി. ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ മരിക്കാൻ പോകുന്നു, 1 മണിക്കൂറിനകം മരിക്കാൻ പോകുന്നു എന്ന ഇൻഫർമേഷൻ കൂടി ഈ പ്രിസണേഴ്സിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് 1 മണിക്കൂർ കഴിയുന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഹാർട്ട് ബീറ്റ് എല്ലാം വളരെ 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 താഴ്ന്നിരിക്കുന്നു. അന്നാണ് ആ എക്സ്പെരിമെന്റിന്റെ ബേസിസിലാണ് ചരക മഹർഷി പറഞ്ഞ ശരീര മനസോ യോഗ പരസ്പരം അനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യ ഘടയോരിവ. ശരീരവും മനസ്സും പരസ്പരം കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ഒന്ന് ആധാരം, അത് ശരീരമാണ്. മറ്റൊന്ന് ആധേയം, അത് മനസ്സാണ്. ഇവ തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ്? തപ്താജ്യ ഘടയോരിവ. ചൂടാക്കിയിരിക്കുന്ന പാത്രത്തിലേക്ക് തണുത്ത നെയ്യൊഴിച്ചാൽ പാത്രത്തിൽ നിന്ന് ചൂട് നെയ്യിലേക്ക് പോകും. അതുപോലെ തന്നെ തണുത്ത പാത്രത്തിലേക്ക് ചൂടുള്ള നെയ്യൊഴിച്ചാൽ നെയ്യിൽ നിന്ന് ചൂട് പാത്രത്തിലേക്ക് പോകും. മറ്റൊരർത്ഥത്തിൽ ചൂട് പാത്രത്തിൽ നിന്ന് നെയ്യിലേക്കും നെയ്യിൽ നിന്ന് പാത്രത്തിലേക്കും പോകുന്നത് പോലെ സുഖദുഃഖങ്ങൾ മനസ്സിൽ നിന്ന് ശരീരത്തിലേക്കും ശരീരത്തിൽ നിന്ന് മനസ്സിലേക്കും പോകുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ സമഗ്ര വികാസം എന്ന് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കണം. അതാണ് ഭാരതീയ വീക്ഷണത്തില് ഉജ്ജ്വലമായ ശരീരമാദ്യം ഖലു ധർമ്മസാധനത്തിന്റെ അടിസ്ഥാന തത്വം. ഇനി നോക്കേണ്ടത് ശരീരത്തെ കുറിച്ചാണ്. ഈ ശരീരത്തെ കുറിച്ച് ആധുനിക ശാസ്ത്രത്തിന് അറിയാൻ പോകുന്ന അനവധി കാര്യങ്ങളുണ്ട്. പക്ഷെ ഒത്തിരി കാര്യങ്ങൾ തെറ്റായി വരാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു 50ഓളം രോഗങ്ങളാണ് ശരിക്ക് ശരീരത്തിന്റെ അബ്നോർമൽ ഫങ്ഷൻ കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് ഡിക്ലെയർ ചെയ്ത മോഡേൺ മെഡിസിൻ ഇന്ന് ആ ലിസ്റ്റിലേക്ക് 157 രോഗങ്ങളെ കൂടി ചേർത്തിട്ടുണ്ട്. 157 diseases, almost all of them are labeled as psychosomatic diseases. മാനസികമായ അബ്നോർമാലിറ്റിയിലൂടെ ഉണ്ടാകുന്ന ശാരീരികമായ വ്യഥയാണ് അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെവിടെയാ ചികിത്സയുള്ളത്? ഏതാണ്ട് 25 തരത്തിലുള്ള സബ് വിറ്റാമിനുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വിറ്റാമിന്റെ കഥ മാത്രം എടുക്കുക. വിറ്റാമിൻ ബി കോംപ്ലക്സ് പലപ്പോഴും നമ്മൾ എല്ലാവരും കഴിക്കാറുള്ളതാണ്, എല്ലാത്തിനും കൊടുക്കാറുള്ളതുമാണ്. അതിൽ ഒരു വിറ്റാമിൻ ഉണ്ട്, വിറ്റാമിൻ B12 എന്ന് പറയുന്നത്.
സയനോകോബളമീൻ. ഏതൊരു വ്യക്തിയുടെ അടുത്തും ഒരു 5 വർഷം മുമ്പ് വരെ അയാൾക്ക് അസുഖം വന്നാൽ ഡോക്ടറുടെ അടുത്ത് പോയാൽ ഡോക്ടർ ചോദിക്കും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് സയനോകോബളമീൻ്റെ പ്രശ്നമില്ല. വെജിറ്റേറിയൻ ആണെങ്കിൽ സയനോകോബളമീൻ എന്ന വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ബി കോംപ്ലക്സ് കഴിക്കണം. അതിന് കാരണം എന്താ? വെജിറ്റബിൾസിൽ B12 വളരെ കുറവാണ്, നോൺ വെജിറ്റേറിയൻ ഫുഡിൽ വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഇത് മുഴുവനും തെറ്റാണെന്ന് കണ്ടുപിടിച്ചു. എന്താ തെറ്റാണെന്ന് കണ്ടുപിടിച്ചത്? ഒരു മനുഷ്യ ശരീരത്തിന് 5 വർഷത്തേക്ക് ആവശ്യമുള്ള സയനോകോബളമീൻ എന്ന വിറ്റാമിൻ B12 ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 2 മില്ലിഗ്രാം വരെ അല്ലെങ്കിൽ 2.5 മില്ലിഗ്രാം വരെ സയനോകോബളമീൻ എന്ന B12 ലിവറിൽ സൂക്ഷിച്ചു വെക്കും. ഒരു ദിവസം ആവശ്യമുള്ളത് 0.2 മൈക്രോഗ്രാം മാത്രമാണ് ശരീരത്തിന് ആവശ്യമുള്ളത്. എന്തിനാ ഒരു ഗുളികയിൽ ഇത്രയും അധികം B12 അടിച്ച് അകത്തേക്ക് കയറ്റുന്നത്? നോബഡി നോസ് അബൌട്ട് ഇറ്റ്. അതുപോലെ ശരീരത്തിന് ഒരു പ്രത്യേക റെക്കോർഡ് പറയുന്നു, 100 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം. കഴിഞ്ഞ വർഷം അത് മാറ്റി. ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള പരമാവധി പ്രോട്ടീൻ 37.5 ഗ്രാം. അതിൽ കൂടുതൽ ആവശ്യമില്ല. 2200 കലോറി താപം ശരീരത്തിനുണ്ടാക്കാൻ, വർക്കിങ്ങിന് ഉൾപ്പെടെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് 80-85 ഗ്രാമിൽ താഴെ മാത്രം റീസണബിളി ന്യൂട്രീഷ്യസ് ഫുഡ്. പലപ്പോഴും പറയാറുണ്ട് 20-ൽ പരം അമിനോ ആസിഡ് ഉള്ളതിൽ 5 അമിനോ ആസിഡ് ശരീരത്തിന് ഉണ്ടാക്കാൻ സാധ്യമല്ല. നോൺ വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് വേണം ശരീരത്തിന് കിട്ടാൻ എന്നുള്ളത്. ഇന്ന് ആ തിയറി എല്ലാം പോയിരിക്കുന്നു. ഇന്ന് ശരീരത്തിന് ആവശ്യമുള്ള സാധനം ഭക്ഷണത്തിൽ കിട്ടിയില്ലെങ്കിൽ അത് ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ലെവലിൽ എത്തിയിരിക്കുന്നു. അതിനപ്പുറമുള്ള കഥ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അധികം കേട്ടിരിക്കുന്നതാണ് കൊളസ്ട്രോളിനെ കുറിച്ചുള്ളത്. കൊളസ്ട്രോളിനെ കുറിച്ച് പറഞ്ഞാൽ ഏത് നട്ടുച്ചയ്ക്കുള്ള പ്രഭാഷണത്തിൽ ഉറങ്ങുന്ന വ്യക്തിയും എഴുന്നേൽക്കും. കാരണം കൊളസ്ട്രോൾ എന്ന് കേട്ടാൽ ഹാർട്ട് അറ്റാക്ക് ആണ്. എന്താ കൊളസ്ട്രോളിന്റെ അവസ്ഥ? 1945 ഡെൻമാർക്കില് അതുപോലെ സ്വീഡനില് കുറെ അധികം വ്യക്തികള് ഹൃദ്രോഗം കൊണ്ട് മരിച്ചു. അവരെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഹാർട്ടിന്റെ ചുറ്റുമുള്ള ഓരോ കോമ്പോണന്റും അനലൈസ് ചെയ്തപ്പോൾ ഹാർട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന ഫാറ്റിനകത്ത് കൊളസ്ട്രോളിന്റെ അളവ് ധാരാളം ഉള്ളതായിട്ട് കണ്ടു. അന്ന് തുടങ്ങിയതാണ് കൊളസ്ട്രോളിന്റെ അന്ധവിശ്വാസം. കൊളസ്ട്രോളിന്റെ ശാസ്ത്രീയ വിശ്വാസമല്ല, അന്ധവിശ്വാസം. കൊളസ്ട്രോൾ കഴിക്കരുത്, കൊളസ്ട്രോൾ കഴിച്ചാൽ വളരെ ഡേഞ്ചറസ് ആണ്. 1980 വരെയും കൊളസ്ട്രോളിനെ കുറിച്ച് ഈ ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷം ആൾക്കാർ പറയാൻ തുടങ്ങി കൊളസ്ട്രോൾ അത്ര ഡേഞ്ചറസ് അല്ല, 2 ഗ്രാം കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമുണ്ട്. ആ 2 ഗ്രാം കൊളസ്ട്രോളിൽ കൂടുതലായാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ എല്ലാവരും അംഗീകരിച്ചു, വലിയ കുഴപ്പമില്ലാത്തതാ. 1985 പറഞ്ഞു 2 ഗ്രാം കൊളസ്ട്രോൾ ശരീരത്തിൽ ലഭിച്ചാൽ ആ 2 ഗ്രാം കൊളസ്ട്രോളും ശരീരം ഉപയോഗിച്ചതിന് ശേഷം ബാക്കി എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും, കൂടുതൽ കഴിക്കാണ്ടിരുന്നാൽ മതി, കൊളസ്ട്രോളിന് കുഴപ്പമൊന്നുമില്ല. 1990 ആയപ്പോൾ സിസ്റ്റം മുഴുവനും മാറി. നമ്മൾ കൂടുതൽ കൊളസ്ട്രോൾ കഴിച്ചാൽ ശരീരം കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാക്കാതിരിക്കും. ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് 2 ഗ്രാം കൊളസ്ട്രോൾ അല്ല, 800 മില്ലിഗ്രാം കൊളസ്ട്രോൾ മാത്രമാണ്. അത് നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിൽ ശരീരം ഉണ്ടാക്കും. ശരീരം ഉണ്ടാക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല. 95 ആയപ്പോൾ പറഞ്ഞു കൊളസ്ട്രോൾ ഈസ് ആൻ ഇന്നവിറ്റബിൾ കോമ്പോണന്റ് ഇൻ അവർ ബോഡി. കൊളസ്ട്രോൾ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ വസ്തുവാണ്.
കൊളസ്ട്രോൾ ഹോർമോണുകൾ ഉണ്ടാക്കാനും വൈറ്റമിൻ D2 ഉണ്ടാക്കാനും വൈറ്റമിൻസ് തുടങ്ങിയ മറ്റ് കാൽസിഫെറോളിനും അത്യാവശ്യമായിട്ടുള്ളതാണ് കൊളസ്ട്രോൾ. പിന്നെ എന്താ കുഴപ്പം? 1997 പറഞ്ഞു കൊളസ്ട്രോൾ ഓക്സൈഡ് ആണ് കുഴപ്പം, കൊളസ്ട്രോൾ അല്ല കുഴപ്പം. ഇവിടെ എന്താ സയൻസ്? സയൻസ് ഒന്നാണ്. ദ മോസ്റ്റ് മോഡേൺ സയൻസ് കൊളസ്ട്രോളിനെ മാത്രം വീക്ഷിച്ച് ശരീരത്തിലേക്ക് ആ വീക്ഷണം എക്സ്ട്രാപ്പുളേറ്റ് ചെയ്താൽ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. സമഗ്രമായി ശരീരത്തെ നോക്കണം. എത്രത്തോളം ഭക്ഷണം ശരീരത്തിന് ആവശ്യമുണ്ട്, ആ ഭക്ഷണം ഏത് ടൈപ്പിലുള്ളതായിരിക്കണം, അതെപ്പോഴെല്ലാം കഴിക്കണം, ഈ രീതിയിൽ ഒരു വീക്ഷണം കൊണ്ടുവന്നാൽ മാത്രമേ ശരീരത്തിന്റെ രോഗം ഇല്ലാതെയാക്കാനും രോഗം വരാതിരിക്കാനും സാധിക്കുകയുള്ളൂ. ഏത് കെമിക്കൽ എടുത്താലും ഇന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. മോഡേൺ മെഡിസിൻസ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാര് തന്നെ പറയാൻ തുടങ്ങി, നമുക്ക് 2 ആൾട്ടർനേറ്റീവാണ് ഉള്ളത്. ഒന്ന്, നിങ്ങളുടെ ഈ രോഗം ഈ മെഡിസിൻ കഴിച്ച് മാറ്റുക, എന്നിട്ട് അടുത്തൊരു മെഡിസിൻ കഴിക്കണം. എന്തിനാ? ഈ മെഡിസിന്റെ സൈഡ് ഇഫക്റ്റ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് കാരണമുണ്ട്. ഈ ശരീരത്തിന് പൾസ് ചെയ്യാൻ സാധിക്കുന്ന കുറെ അധികം സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളുടെ പരിധിക്ക് വെളിയിൽ നിന്നാണ് ഒരു കോമ്പൗണ്ട് ശരീരത്തിനകത്തേക്ക് വരുന്നത് എങ്കിൽ ആ കോമ്പൗണ്ടിനെ നശിപ്പിക്കാൻ ശരീരത്തിന് സാധ്യമല്ല. ശരീരത്തിന്റെ സ്വബോധം വെച്ച് ഒരു പരിധിവരെയുള്ള മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസിനെ ഡീഗ്രേഡ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് കളയാനും ശരീരത്തിന് കേടുവരുത്താതിരിക്കാവുന്ന രീതിയിൽ ശരീരത്തെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. പക്ഷെ അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു എഫക്റ്റ് മാത്രം നോക്കിയിട്ട് ശരീരത്തെ മുഴുവനും കൂടി നോക്കാതെ ഒരു രോഗത്തെ മാത്രം ചികിത്സിക്കാൻ പാകത്തിന് ഒരു ഡോസ് മെഡിസിൻ കൊടുത്താൽ ആ രോഗം ഉണ്ടാക്കുന്ന സിംറ്റം ഇല്ലാതെയാകുമെങ്കിലും ശരീരത്തിന് അതുണ്ടാക്കുന്ന തകരാറ് ചിലപ്പോൾ കൂടുതലായിരിക്കും. നമ്മൾ തന്നെ അഡ്വർടൈസ്മെന്റിൽ കാണാറുണ്ട്, എക്സ്ട്രാ ഗ്രോയിങ് പവർ. വൈ ഡു വി നീഡ് എക്സ്ട്രാ ഗ്രോയിങ് പവർ? വാട്ട് വി നീഡ് ഈസ് നോർമൽ ഗ്രോയിങ് പവർ. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയില് പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ജോസഫ് എന്ന് പറയുന്ന തിരുവല്ലക്കാരൻ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അവിടെ ഇതേപോലെ ഒരു ക്രിസ്തുമസില് ഏതാണ്ട് 140ഓളം മലയാളി ഫാമിലികൾ ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു, ഈ പോകുന്ന വ്യക്തിയുടെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. പിന്നെ രണ്ടാമത് പോയ വ്യക്തി, ഇത് 3 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞത്. അങ്ങനെ 72 ഗൃഹനാഥന്മാരില് 50 പേരുടെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുണ്ട്. മലയാളികളായി എഡ്മണ്ടണിൽ താമസിക്കുന്ന വ്യക്തികളുടേതായിട്ട്. ഇതിന് കാരണം ടെൻഷൻ മാത്രമല്ല, എക്സ്ട്രാ ഗ്രോയിങ് പവറാ. അവിടെ എക്സ്ട്രാ ഗ്രോയിങ് പവർ വന്നപ്പോൾ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് കേരളത്തിൽ 6-7 വർഷം വരെ വികസിച്ച ഹാർട്ട് അവിടെ ചെന്നപ്പോൾ പറ്റിയത് ഒരു ചായക്ക് $1, അതുപോലെ ഒരു ക്യാബേജിന് $1, ഒരു ചിക്കനും $1 ഉള്ളൂ, ഒരു സിഗരറ്റിനും $1. ഒരു ചിക്കന് $1 കിട്ടുള്ളൂ എന്നറിയുമ്പോൾ അതിരാവിലെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കനാ, ഉച്ചയ്ക്കും ചിക്കനാ, വൈകുന്നേരവും ചിക്കനാ, കിച്ചണിൽ എപ്പോഴും ചിക്കനാ. കാരണം $1 കൊണ്ട് ഇത്രയും അധികം പ്രോട്ടീനും മറ്റെല്ലാം കിട്ടുന്ന ഒരു ഫുഡ് കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ലോ കോസ്റ്റില് $1 ചായക്കും സിഗരറ്റിനും ക്യാബേജിനും ചിക്കനും $1, ജസ്റ്റ് ലൈക്ക് 1 rupee. ആ എക്സ്ട്രാ ഗ്രോയിങ് പവറിന് വേണ്ടി കഴിച്ച ഫുഡാണ് 70 പേരില് 52 പേരുടെ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് കാരണമായത്. ഇത് വസ്തുതാപരമായ അനാലിസിസാ. ഇന്ന് ഇവിടെയും സംഭവിക്കുന്നത് അതാ. ഈ ശരീരമാദ്യം ഗലുധർമ്മ സാധനത്തിൽ ശരീരം മുമ്പിൽ നിൽക്കാൻ വേണ്ടി, എല്ലാം ചെയ്യാൻ വേണ്ടി
ശരീരത്തിന് കൊടുക്കുന്ന ഓവർ പ്രോട്ടീൻ, ശരീരം ഓവർനൈറ്റ് വർക്ക് ചെയ്ത് ഒരു തരത്തിലും അഡീഷണൽ അലവൻസ് ഇല്ലാതെ വർക്ക് ചെയ്ത് അമിനോ ആസിഡും പോളിപെപ്റ്റൈഡ്സുമായി ഡീഗ്രേഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കിഡ്നി വഴിക്ക് പുറത്തേക്ക് തള്ളണം. ഈ കിഡ്നി വഴിക്ക് പുറത്തേക്ക് തള്ളുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കിഡ്നി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏതിനാന്നറിയാമോ? സോൾട്ടുകളും മാക്സിമം വരുന്ന വേസ്റ്റുകളും മാത്രം പുറത്തേക്ക് തള്ളാനാണ്. അത് അത്രയും പഞ്ഞി മാതിരിയുള്ള ഫിൽറ്റർ ഗ്ലോബ്യൂൾസാ. ഈ പഞ്ഞി മാതിരിയുള്ള ഫിൽറ്റർ ഗ്ലോബ്യൂൾസിലേക്കാണ് ഈ ഓവർ നമ്മൾ കഴിച്ച പെപ്റ്റൈഡും പോളിപെപ്റ്റൈഡ്സും എല്ലാം വന്ന് അവിടെ വന്ന് അടിയുന്നത്. കിഡ്നി തകരാറിലാവാൻ ഇനി ഇതിൽ പരം എന്താ വേണ്ടത്? അതുപോലെ തന്നെ ഓരോ ഫുഡ് ഐറ്റവും, പണ്ടെല്ലാം വിറ്റാമിൻ എ കണ്ണിന് നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്, മത്സ്യം അത്യുത്തമമാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില മത്സ്യത്തിന്റെ ലിവറില് 16,000 യൂണിറ്റ് വിറ്റാമിൻ എ ആണ് ഉള്ളത്. മനുഷ്യന് ആവശ്യമുള്ളത് 180 യൂണിറ്റ്. ഈ 16,000 യൂണിറ്റ് ഉള്ള ലിവർ ഫ്രൈ ചെയ്തോ ഫ്രൈ ചെയ്യാതെയോ കുക്ക് ചെയ്തോ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും വിറ്റാമിൻ ശരീരത്തിൽ അകത്തേക്ക് പോയാൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് വിറ്റാമിനോസിസ്. അത് ഇമ്മീഡിയറ്റ് ഷോക്കാണ് ബോഡിക്ക് താങ്ങാൻ പോലും സാധ്യമല്ലാത്ത അത്രയും അധികം ഷോക്ക് ഉണ്ടാക്കുന്ന വസ്തുതകൾ. അതുപോലെ ഓരോന്നും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് സത്ത് ശരീരത്തിന് ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. അയൺ ടാബ്ലറ്റ് കഴിക്കാൻ പറയാറുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പിന്റെ അളവ് 2 മില്ലിഗ്രാം ആണ്. ആ 2 മില്ലിഗ്രാം ഇരുമ്പ് സത്ത് കഴിച്ച് എനർജി വരുത്തുന്നതിന് പകരം 2.2 മില്ലിഗ്രാം ഇരുമ്പ് സത്ത് ശരീരം വലിച്ചെടുത്താൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് റെഡ് ബ്ലഡ് ഡിസീസ്. അപ്പൊ ശരീരത്തെ വളർത്താൻ വേണ്ടി നമ്മുടെ മോഡേൺ സയൻസ് പറഞ്ഞിരിക്കുന്ന പന്ഥാവിലൂടെ ഏതെങ്കിലും ഒരു അബ്നോർമാലിറ്റിയെ സോൾവ് ചെയ്യാൻ വേണ്ടി ആ അബ്നോർമാലിറ്റി ഇല്ലാതാക്കുന്ന മെഡിസിൻസ് അകത്തേക്ക് പമ്പ് ചെയ്താൽ ഉണ്ടാകുന്നത് സിവിയർ അബ്നോർമാലിറ്റി ആയിരിക്കും. That is the negative point of some of these medical materials of the modern medicine. അതുകൊണ്ട് ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളതും ആവശ്യമായിട്ടുള്ളതും എന്താണോ അത് കണ്ടറിഞ്ഞ് നോർമൽ ഗ്രോത്തിന്, നോർമൽ ഫങ്ഷനിങ്ങിന്, നോർമൽ ബിഹേവിയറൽ പാറ്റേൺ ആവശ്യമായിട്ടുള്ള മിനിമം ഫുഡ് ഭംഗിയായിട്ട് കഴിക്കാൻ സാധിച്ചാൽ ശരീരം ധർമ്മസാധനത്തിന്റെ ആദ്യത്തെ പന്ഥാവാകും. രണ്ടാമത്തേത് ശരീര മനസ്സോ യോഗ. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എവിടെയും ഇന്ന് ഏറ്റവും വലിയ കാരണം സൈക്കോസൊമാറ്റിക് ഡിസീസ് ആണെന്ന് പറഞ്ഞത് ആ 157 രോഗങ്ങളും നമ്മളുടെ നാട്ടില് പ്രത്യേകിച്ചും ഈ പരശുരാമ ക്ഷേത്രത്തിലുണ്ട്. അതിന് കാരണം കേരളത്തിൽ ഇല്ലാത്ത 2 കാര്യങ്ങൾ. വലുതായിട്ട് ദാരിദ്ര്യ ദുഃഖമില്ല, രണ്ടാമത്തേത് പുത്രദുഃഖമില്ല. ഈ ദാരിദ്ര്യ ദുഃഖവും പുത്രദുഃഖവും ഇല്ലാതെ സാമാന്യം നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസോടുകൂടി വളരുന്നവർക്ക് ഏതാണ്ട് മൈക്രോ ഫാമിലി എന്ന ലെവലിൽ 2 പേര് മാത്രമായി വളരുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അധ്യാപകൻ, അദ്ദേഹത്തിനെ ചെന്ന് കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷത്തോടു കൂടി എന്നും തുള്ളിച്ചാടി നടന്നിരുന്നൊരു ഡോക്ടർ അൺയൂഷ്വലി ഡള്ളായിരിക്കുന്നു. എന്താ കാരണം? ഒരു 3-4 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു ഭാഗ്യം കിട്ടി. അന്ന് വീട്ടിലേക്ക് പോയ സമയത്ത് രാവിലെ 8 മണിക്ക് ഇദ്ദേഹം ഒരു പുസ്തകം നോക്കി ചോദ്യം ചോദിക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയുടെ. ഒരാളും മുമ്പിലില്ല. ഞാൻ അദ്ദേഹത്തോട് ആരോടാ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മകനോടാണ്. മകൻ എവിടെയാ? മകൻ ബാത്റൂമിലാ. എന്തിനാ ബാത്റൂമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ബാത്റൂമിലുള്ള അവന്റെ ടൈം വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന വ്യക്തിക്ക് പുറത്തു നിന്ന് ചോദ്യം ചോദിക്കാം. ഇന്നെന്താ ദുഃഖിക്കാൻ കാരണം? എക്സാമിനേഷൻ ഹാളിൽ കയറിയപ്പോ സ്റ്റുഡന്റ് സൈക്കോളജിക്കലി അബ്നോർമൽ ജങ്ഷറിൽ ചെന്നെത്തി. ഇന്ന്
ഇന്നൊരു സൈക്കാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റിലാണ് കുട്ടിയിരിക്കുന്നത്. ഒരു എൻട്രൻസ് എക്സാമിനേഷനും ഒരു SSLC എക്സാമിനേഷനും അല്ലെങ്കിൽ ഒരു ഫൈനൽ എക്സാമിനേഷനും വേണ്ടി ഒരൊറ്റ ബിന്ദുവിനെ ലക്ഷ്യമാക്കി, ആ ബിന്ദു സെക്കൻഡ് റാങ്ക് അല്ല, തേർഡ് റാങ്കും അല്ല, ഡിസ്റ്റിങ്ഷനും അല്ല, ഫസ്റ്റ് റാങ്ക്. 6.5 ലക്ഷം സ്റ്റുഡൻസില് 1.25 ലക്ഷം ഫസ്റ്റ് റാങ്ക് ലക്ഷ്യമാക്കി പോകുന്ന പോക്കിൽ അനുഭവിക്കുന്ന ടെൻഷന്റെ നിലവാരം എത്രയാന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ. അമ്മയും അതേ ടെൻഷനിലായിരിക്കുന്നത്. ആ ടെൻഷനുമായിട്ട് അടുക്കളയിൽ പ്രവർത്തിക്കുന്ന അമ്മ, അതേപോലെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന സ്റ്റുഡന്റ്, ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന ടെൻഷൻ. സത്യത്തിൽ നോക്കിയാൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രഗത്ഭനായ സൈക്കോളജിസ്റ്റ് ശ്രീധർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിൽ നടത്തിയ അനാലിസിസ് അനുസരിച്ച് 23% സ്റ്റുഡൻസ് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത് കാര്യമായി പരിചരണം കിട്ടിയില്ല എങ്കിൽ they are drifting towards psychological complete abnormality. ഒറ്റ കാരണം, അച്ഛനും അമ്മയും അധ്യാപകരും നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതിന്റെ ഓവർലോഡ് ശാരീരികമായി താങ്ങാൻ പറ്റുമെങ്കിലും മാനസികമായി താങ്ങാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. മറ്റൊരു വിധത്തിലുള്ള കളിയും എന്റർടൈൻമെന്റും സന്തോഷവുമില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ ഏൽക്കുന്ന ആഘാതം മനസ്സിനെ മുരടിപ്പിച്ച് തളർത്തിക്കളയുന്നു, അത് ശരീരത്തിനെ ബാധിക്കുന്നു. അതാണ് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതലുണ്ട്. 89% ജനങ്ങള് തിരുവനന്തപുരത്തുള്ളവർക്ക് 40 വയസ്സിനോടടുത്തെത്തിയാൽ ചെസ്റ്റ് പെയിൻ കമ്പൽസറിയാ. ഏതാണ്ട് 89% ജനതതി ചെസ്റ്റ് പെയിനുമായിട്ട് പോവാ. തിരുവനന്തപുരത്ത് 2-3 ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്ന് ഓരോ ദിവസവും എടുത്തിരിക്കുന്ന ECGയുടെ എണ്ണം നോക്കുക. 1000-നും 2500-നും ഇടയ്ക്ക. എത്രയോ ഹോസ്പിറ്റലുണ്ട്. ഇവിടെ എല്ലാം 1000-ഓളം ഇലക്ട്രോ കാർഡിയോഗ്രാം എടുക്കാൻ പാകത്തിന്. എന്താ പ്രശ്നമുണ്ടായത്? എല്ലാവർക്കും എവിടെയോ ടെൻഷൻ. ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് ഹൈപ്പർ അസിഡിറ്റി ആണോ അല്ല കാർഡിയോളജിക്കൽ പ്രോബ്ലം ആണോ എന്നറിയാത്ത ടെൻഷനോടുകൂടി ജീവിക്കുന്ന ഒരു മഹാതധിയായിട്ടുള്ള ജനത മുമ്പോട്ട് പോകുന്നു. സ്റ്റഡി ഇൻക്രീസ് ഓഫ് നോൺ വെജിറ്റേറിയൻ ഫുഡ് ശരീരത്തെ നശിപ്പിക്കുന്ന മറ്റൊന്ന്. ലോകത്തില് സ്പെയിനിൽ പോലും ഇല്ലാത്ത അത്രയും അധികം പശുക്കളെ കൊല്ലുന്ന ഒറ്റ സ്ഥലം കേരളം. 22 ലക്ഷം പശുക്കളെ ഒരു മാസം ഇവിടെ കൊല്ലുന്നുണ്ട്. അത് മുഴുവൻ ഫീഡായിട്ട് പോവാണ്. ലോകത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യത്തില് ബ്രേക്ക്ഫാസ്റ്റ് ബീഫായിട്ട് കഴിക്കാറില്ല. ഇൻ ദിസ് കൺട്രി ബ്രേക്ക്ഫാസ്റ്റിന്റെ പാർട്ടാണ് ബീഫ്. ഈ എക്സ്ട്രാ ഹീമോഗ്ലോബിനിലുള്ള അയൺ ശരീരത്തിനകത്ത് കയറി ഇത്രയും സാച്ചുറേറ്റഡ് ഫാറ്റിനകത്തുള്ള ഓവർ കൊളസ്ട്രോള്, ഓവർ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഓവർ പ്രോട്ടീൻ, ഓവർ മസിൽ, ഇതെല്ലാം ഈ ശരീരം എന്ന ഫാക്ടറിക്ക് എത്രയാ താങ്ങാൻ പറ്റുക? അതിനൊരു പരിധിയില്ലേ? വാട്ട് ഈസ് ദ നെറ്റ് റിസൾട്ട്? അതുകൂടി പറയണം. നേച്ചർ എന്ന മാഗസീനില്, ഏറ്റവും ലോകപ്രസിദ്ധമായ മാഗസീനാണ് നേച്ചർ, 3 വർഷം മുമ്പ് വരെ 30 രോഗങ്ങള് ഒരു ചികിത്സയും ഇല്ലാത്തതായിട്ട് ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തു നേച്ചർ മാഗസിൻ. ഇന്നത് 37 രോഗങ്ങളാ. 37 രോഗങ്ങൾക്ക് ഒരു ചികിത്സയുമില്ല. ഏത് ഡോക്ടറുടെ അടുത്ത് പോയാലും ചികിത്സയില്ല. എന്റെ മകനും ഒരു കാലത്ത് ഒരു അസുഖം വന്നിരുന്നു. ടെമ്പറേച്ചർ കൂടുക, 102.5 വന്ന് നിൽക്കും. ഈ 102.5 ടെമ്പറേച്ചർ നിൽക്കുന്ന സമയത്തും അവന് ഫുഡ് കഴിക്കാൻ ഒരു വിഷമവും ഇല്ല. ഏറ്റവും പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 2 ചൈൽഡ് സ്പെഷ്യലിസ്റ്റിന്റെ കെയറില് 14 ദിവസം ശരീരത്തിൽ കുത്താവുന്ന എല്ലാ സ്ഥലത്തും കുത്തി ബ്ലഡ് എടുത്ത് ഇവന്റെ അസുഖം എന്താണെന്ന് അനലൈസ് ചെയ്തു. 14 ദിവസം കഴിഞ്ഞപ്പോൾ രോഗം തന്നെ കുറഞ്ഞു.
ഡോക്ടർ എഴുതി തന്നത്. ഇറ്റ് കുഡ് നോട്ട് ബി ഡയഗ്നൈസ്ഡ് ബട്ട് ഓട്ടോമാറ്റിക്കലി സബ്സൈഡഡ് ക്യൂവേർഡ് ആഫ്റ്റർ 14 days. എന്തായിരുന്നു ഈ 14 ദിവസം? അതിന് കാരണം എന്താ? വൈറസ് അല്ല, അമീബയല്ല, ബാക്ടീരിയ അല്ല, ഫുഡിലെ തകരാറല്ല, ഹെൽത്തിലെ ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആണ്, അതല്ല. പിന്നെ എന്താ സംഭവിച്ചത്? ആർക്കും അറിഞ്ഞുകൂടാ, ഒന്നിനും അറിഞ്ഞുകൂടാ. ഇതിന്റെ അപ്പുറത്ത് നോക്കിയാൽ ഇന്ന് നിലവിലുള്ള മെഡിസിൻസ് ഏത് കഴിച്ചാലും, എത്ര കഴിച്ചാലും മാറാൻ പറ്റാത്ത രോഗങ്ങളുടെ ലിസ്റ്റ് സ്ലോലി ആൻഡ് സ്റ്റഡിലി ഇൻക്രീസിങ്. ഒന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഇതിനൊരു കാരണമുണ്ട്. ശരീരത്തെ ഈ ഫാനിന് ഓയിൽ കൊടുത്തിട്ട് അതിന്റെ സൗണ്ട് ശരിയാക്കാൻ സാധിക്കും. ശരീരത്തിന് വെറുതെ ഓയിൽ കൊടുത്താൽ അത് ശരീരത്തിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സാധ്യമല്ല. അതിനൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, അതിനകത്തൊരു അവയർനെസ് ഉണ്ട്, അതിനൊരു താളമുണ്ട്. ശരീരത്തിന്റെ താളവും ചേർത്ത് ചുറ്റുപാടുകളും ചേർത്ത് അതിന് യോജിച്ച രീതിയിലുള്ള ഭക്ഷണം, യോജിച്ച രീതിയിലുള്ള മാനസിക വികാസം, യോജിച്ച രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഓരോ ആചാരത്തിനും ഓരോ അനുഷ്ഠാനത്തിനും അത് അർഹിക്കുന്നതിൽ എത്രയോ ഉപരിയുള്ള ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ ഒരു ടോക്ക് കൊടുത്തപ്പോൾ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, ഇന്നും ഇന്ത്യൻ ഫാമിലി സിസ്റ്റം ഇത്രയും സ്ട്രോങ് ബോണ്ടേജോടുകൂടി ഇരിക്കുന്നത് എന്താണ്? കുറച്ച് ആലോചിക്കേണ്ടി വന്നു. എന്നാലും ഒരു കാര്യം വ്യക്തമായിരുന്നു, നമ്മള് പലരും ഇന്ന് ചെയ്യാറില്ല, ഇന്നലെ വരെ ചെയ്തിരുന്നു. മിത്രാണി സഖ്യപശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യഃ സദാ പിണ്ഡബലിം ദദാമി മാതൃവംശേ കുലേ ജാത പിതൃവംശേ തദൈവ ച എന്ന് പറഞ്ഞ് അമ്മയുടെ കുലത്തിൽ ജനിച്ചവർക്കും അച്ഛന്റെ കുലത്തിൽ ജനിച്ചവർക്കും മിത്രങ്ങൾക്കും സഖാക്കൾക്കും പശുക്കൾക്കും വൃക്ഷങ്ങൾക്കും ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര, അറിഞ്ഞും അറിയാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും അവസാന കാലത്തിൽ അച്ഛന്റെയോ അമ്മയുടെയോ ബലി കൊടുക്കുന്ന സമയത്ത്, തർപ്പണം കൊടുക്കുന്ന സമയത്ത്, കർക്കടക മാസത്തില് തർപ്പണം കൊടുക്കുന്ന സമയത്ത് ഇവരെ എല്ലാവരെയും ഓർത്ത് ഒരല്പം അക്ഷതവും അരിയും ചേർത്ത് നമ്മളൊരു ശ്രാദ്ധകർമ്മം ഇടാറുണ്ട്. ബന്ധങ്ങൾ പരസ്പരം നിലനിർത്താൻ വേണ്ടി, ഒരു ചരടിൽ കോർത്ത മുത്തുകളാണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി, പരസ്പരം ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണെന്നും എന്റെ ശരീരത്തിന്റെ ജന്മത്തിന് കാരണം എൻ്റെ അച്ഛനമ്മമാരാണെന്നും അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ, എന്റെ അറിവിന് കാരണഭൂതനായിരിക്കുന്നത് ആചാര്യദേവോ ഭവ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു ഇവിടെ. നാലാമതായിട്ട് നമ്മൾ ഒന്നുകൂടി പറയും, അതിഥി ദേവോ ഭവ. തിഥി നോക്കാതെ വീട്ടിലേക്ക് വരുന്ന ആളാണ് അതിഥി. ദിവസം നോക്കാതെ, ദിവസം അറിയിക്കാതെ, അപ്പോയിന്റ്മെന്റ് എടുക്കാതെ, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകാതെ വീട്ടിലേക്ക് വരുന്നതാരാണോ അദ്ദേഹമാണ് അതിഥി. ആ അതിഥി ഈശ്വരന് തുല്യമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതിന്റെ പുറകില് ഒരു വലിയ സാമൂഹ്യ ബന്ധത്തിന്റെ അടിത്തറയാണുള്ളത്. ആ അടിത്തറ ഈ നാട്ടില് നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ രോഗങ്ങൾ കുറവായിരുന്നു. ധരംപാൽ എന്ന വ്യക്തി എഴുതിയിരിക്കുന്ന പുസ്തകം നോക്കിയാൽ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഈ നാട്ടില് ഇൻഡസ്റ്റൈൻ അൾസർ ഉണ്ടായിരുന്നില്ല. കാരണം നല്ല മുളക് എന്നറിയപ്പെടുന്ന കുരുമുളക ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷമാണ് കപ്പൽ മുളക് എന്ന ന്യൂസിലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന സാധനം കഴിക്കാൻ തുടങ്ങിയത്. കാപ്സൈസിൻ എന്ന അൾസർ ഉണ്ടാക്കുന്ന സാധനം. നമ്മുടെ ഫുഡ് സിസ്റ്റത്തിൽ മാറ്റം വന്നു, കുടുംബ ബന്ധങ്ങളിൽ മാറ്റം വരുന്നു, നമ്മൾ എടുക്കുന്ന ലോഡിൽ മാറ്റം വരുന്നു, നമ്മുടെ ആഗ്രഹങ്ങളിൽ മാറ്റം വരുന്നു. ബാങ്ക് ലോൺ എത്ര കിട്ടുന്നു അത്രയും എടുത്ത് എത്താൻ പറ്റുന്നത് അത്രയും വരെ എത്താനും, മറ്റുള്ളവരുമായിട്ട് ഓവർ കോമ്പറ്റീഷനും ഓവർ ഈഗോയ്ക്കും ഓവർ ഹെഡ് വെയ്റ്റിനും ഓവർ അംബീഷനും ഓവർ സ്പീഡും
എല്ലാം കൂടി ചേർത്ത് ഒരു താളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാനവരാശി, ഒരു സമൂഹം, ഒരു സംസ്കാരം ഓവർ സ്പീഡ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് അമൃതാനന്ദമയി ദേവി പറയുന്നത് മാതിരിയാ, മകനെ, ഈ ബസ് ഉണ്ടാക്കിയിരിക്കുന്നത് 60 കിലോമീറ്റർ സ്പീഡിൽ ഓടാനാണ്. അത് 95 കിലോമീറ്റർ സ്പീഡിൽ ഓടിയാൽ 60 കിലോമീറ്ററിൽ ഓടുമ്പോൾ എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം 95 കിലോമീറ്റർ സ്പീഡിൽ ഓടിയാൽ അത് നിലനിൽക്കില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അസ്. നമ്മുടെ ബന്ധങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് വരുന്നു. ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് ചർച്ച ചെയ്യണം. സഹനാഭവതോ സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓരോന്നും സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ. മാ വിദ്വിഷാവഹൈ എന്നതിന്റെ ട്രാൻസ്ലേഷൻ ദാറ്റ് യുവർ അഡ്രിനാലിൻ ഈസ് കമ്മിങ് ഡൗൺ. ഒരാളോട് വിദ്വേഷം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ആസ് സിമ്പിൾ ആസ് ദാറ്റ് യുവർ അഡ്രിനാലിൻ ഗ്ലാൻഡ് വർക്കിന്റെ ലെവല് കുറയ്ക്കുക, ബ്ലഡിലേക്ക് വരുന്ന അഡ്രിനാലിന്റെ അളവ് കുറയുക, ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ ടെൻഷൻ കുറയുക, ഒരുമിച്ച് വർത്തിക്കുമ്പോൾ സുഖം അനുഭവപ്പെടുക. ഇതെല്ലാമാണ് മനസ്സിന് വേണ്ടത്. ആവശ്യത്തിന് ഭക്ഷണം, ആവശ്യത്തിന് പ്രോട്ടീൻ, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്. ഇനി അടുത്ത ബോംബ് കേരളത്തിലേക്ക് വരാനിരിക്കുന്നു. അമേരിക്കയിൽ അത് വളരെയധികം കൊടുത്തു കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇൻഡസ്റ്റൈൻ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് സ്റ്റാർച്ച് ആയതുകൊണ്ട് ഓവർ വെയിറ്റ് വ്യക്തിക്ക് ഉണ്ടാകാതിരിക്കാൻ കൃത്യം 35 ഗ്രാം പ്രോട്ടീൻ മാത്രം മനുഷ്യന് കൊടുക്കുക. കോഴിക്ക് തീറ്റ കൊടുക്കുന്ന മാതിരി 35 ഗ്രാം പ്രോട്ടീൻ ഒരു ഐസ്ക്രീമിന്റെ ബോളില് ഒരാൾക്ക് കൊടുത്തിട്ട് നിന്റെ ആകപ്പാട് കൂടിയുള്ള ഇന്നത്തെ ഭക്ഷണം 35.5 ഗ്രാം പ്രോട്ടീനാണ്. ഇത് തിന്നാൽ നീ ഓവർ വെയിറ്റ് വെക്കില്ല, നിന്റെ ഇൻഡസ്റ്റൈന് പ്രശ്നം വരില്ല, ലിവറിന് പ്രശ്നം വരില്ല, നിന്റെ ത്രോട്ടിന് പ്രശ്നം വരില്ല, കണ്ണിന് പ്രശ്നം വരില്ല. പ്രശ്നം വരുന്നത് ആയുസ്സിന് മാത്രം. യു ആർ ഗോയിങ് ടു ഡീഗ്രേഡ്. ഈ സിസ്റ്റം കഴിഞ്ഞ വർഷം ജാനുവരി മുതൽക്ക് വികസിത രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് വരികയാണ്. ഓവർ വെയിറ്റ് ഇല്ലാതെയാക്കാനും അസുഖം കുറയ്ക്കാനും ഒരു ചെറിയ ടിന്നില് സാച്ചുറേറ്റഡ് പ്രോട്ടീൻ മാത്രം ഒരു ദിവസത്തെ ഭക്ഷണം. ഇനിയിപ്പോ എവിടെയെങ്കിലും പോയാൽ ഒരു സദ്യ ഉണ്ണേണ്ട കാര്യമില്ല. അവിയൽ ഉണ്ടാവില്ല, തോരൻ ഉണ്ടാവില്ല, കാളൻ ഉണ്ടാവില്ല, ഓലൻ വേണ്ട, എലിശ്ശേരി വേണ്ട. ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രോട്ടീൻ എടുത്ത് ഒരു 5 സ്പൂണിൽ കഴിച്ചാൽ ഒരു ശ്രീധരൻ നായരുടെ ഹെൽത്തിന്റെ എല്ലാമായി. ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫുഡ്. ഈ രീതിയിൽ ഒരു സിസ്റ്റം. ഇറ്റ്സ് നോട്ട് ഇൻ ദ തിയറട്ടിക്കൽ ലെവൽ, ഇറ്റ് ഈസ് ഇൻ ദ പ്രാക്ടിക്കൽ ലെവലില് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ബട്ട് ദാറ്റ് വിൽ നോട്ട് ബി ലൈഫ്. ആ ജീവിതമില്ലാത്ത അവിയൽ കഴിച്ചാൽ ഏതാണ്ട് ഇന്ന് നിലവിലുള്ള ഇൻഡസ്റ്റൈൻ അൾസറിന്റെ 25% കുറയ്ക്കാൻ സാധിക്കും. കാരണം അത്രയും ഫൈബറാ തേങ്ങയിലുള്ളത്. ആ ഫൈബറ് ഇൻഡസ്റ്റൈൻ 36 അടി നീളമുള്ള ഇൻഡസ്റ്റൈനാണ്. മനുഷ്യന്റെ ഇൻഡസ്റ്റൈൻ വളരെ വലുതാണ്. ഇതിനകത്തിരിക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹം പുറത്താരും കാണുന്നില്ല. ആ ഇൻഡസ്റ്റൈൻ 36 അടി നീളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തേങ്ങയിലുള്ള അത്രയും ഫൈബർ, ദ മോസ്റ്റ് റിച്ചസ്റ്റ് സോഴ്സ്, തെറ്റായിട്ടുള്ള പദപ്രയോഗമാണ് ഞാൻ നടത്തിയത്. ആ ഫൈബർ ഉണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ അൾസർ, ഇൻഡസ്റ്റൈൻ ക്യാൻസർ, അക്യൂമുലേഷൻ ഓഫ് കൊളസ്ട്രോൾ, അക്യൂമുലേഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്, ഇന്ന് കേരളീയനുള്ള മേജർ 4 രോഗങ്ങളുടെ ഇല്ലായ്മയ്ക്ക് ഈ തേങ്ങയിലെ ഫൈബർ വളരെയധികം സഹായിക്കും. പിന്നെ ആരാ തേങ്ങ കുഴപ്പമാണെന്ന് പറഞ്ഞത്? വെളിച്ചെണ്ണ ഉപയോഗിച്ച് ബിസിനസ് നടത്തുന്നവര്, അകത്തും പുറത്തുമുള്ളവർക്ക് അതൊരാവശ്യമായി തോന്നുമ്പോൾ അത് കുഴപ്പമാണെന്ന് പറയേണ്ടത് അത്യാവശ്യമാണെന്ന് ആർക്ക് തോന്നിയോ അതവർ ചെയ്തു. അത് മാത്രമാണ് കേരളീയന്റെ ഫുഡില് ഇന്നും ഭാരതത്തില് ഭക്ഷണത്തിൽ ഏറ്റവും കുറവ് ഓയിൽ കഴിക്കുന്നത് കേരളീയരാ. 38 ഗ്രാം ഓയിൽ. ആ 38 ഗ്രാം ഓയിൽ കഴിക്കുന്ന കേരളീയനെ കമ്പയർ ചെയ്തിരിക്കുന്നത് 380 ഗ്രാം ഓയിൽ കഴിക്കുന്ന അമേരിക്കക്കാരനുമായിട്ടാണ്. അവന്റെ മീറ്റിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് മുഴുവനും എടുത്താൽ പോലും നമ്മുടേതും അവൻ്റെതും തമ്മിൽ
എറൗണ്ട് 1:10 റേഷ്യോയിലായിരിക്കുന്നത്. ആ ലെവലിലുള്ള ഭക്ഷണത്തില് കോക്കനട്ട് ഓയിൽ എന്ന C10, C12, C14 ഫാറ്റി ആസിഡുകൾ, കാപ്രോയിക് ആസിഡ്, ലോറിക് ആസിഡ് ആൻഡ് മിറിസ്റ്റിക് ആസിഡ്, ഇത് ശരീരത്തിന് മറ്റേ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് മാതിരി അല്ല പ്രവർത്തിക്കുന്നത്. ഇതിന് വേറൊരു റൂട്ടുണ്ട്. അത് ഒരു സ്ഥലത്തും ഡെപ്പോസിറ്റ് ചെയ്യില്ല. അത് നേരെ ഡീകമ്പോസ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. ഈ വെളിച്ചെണ്ണ കഴിച്ച് നാളികേരം ഉപയോഗിച്ച് ചട്നി ഉണ്ടാക്കി അതുപോലെ തന്നെ ജീവിച്ചിരുന്ന കേരളീയരില് ഹാർട്ട് അറ്റാക്കിന്റെ അളവ് വളരെ കുറവായിരുന്നു, ഇൻഡസ്റ്റൈൻ പ്രോബ്ലം വളരെ കുറവായിരുന്നു, അബ്നോർമൽ ഡൈജസ്റ്റിബിലിറ്റിയുടെ പ്രോബ്ലം വളരെ കുറവായിരുന്നു എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല, ഈ ശരീരമാധ്യങ്കലു ധർമ്മസാധനത്തിന്റെ അടിസ്ഥാന തത്വമായ ഭക്ഷണത്തില് ഏതൊരു കറി കേരളീയൻ ഉണ്ടാക്കുമ്പോഴും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു സ്പൈസസ് അതിനകത്ത് ചേർത്തിട്ടുണ്ടാവും. സ്പൈസസ് ചേർക്കാതെ ഒരു കറിയും കേരളീയൻ ഉണ്ടാക്കില്ല. പച്ചടി ഉണ്ടാക്കിയോ അതിനകത്ത് കടുകിട്ടിട്ടുണ്ടാവും, കാളൻ ഉണ്ടാക്കിയാൽ ഉലുവ ഇട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ അവിയൽ ഉണ്ടാക്കിയാൽ ജീരകം ഇട്ടിട്ടുണ്ടാകും. അങ്ങനെ ഏത് വേണമെങ്കിൽ നോക്കാം. ഇതിനെല്ലാത്തിനും ഏറ്റവും അധികം ഡൈജസ്റ്റീവ് പവറുള്ള കരിവേപ്പില ഇട്ടിട്ടുണ്ടാകും. ഇതിടാതെ അവൻ ഭക്ഷണം ഉണ്ടാക്കാറില്ല. ഓരോ സിസ്റ്റത്തിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് നോക്കുക, ഇഡ്ഡലിയും സാമ്പാറും. ഇഡ്ഡലിയില് സ്റ്റാർച്ചും പ്രോട്ടീനും ഉണ്ട്, സ്പൈസസും ബാക്കി ആവശ്യമുള്ളതും സാമ്പാറിൽ നിന്ന് വരും, അല്ലെങ്കിൽ ഇഡ്ഡലിയും ചട്നിയും ഫാറ്റ് ചട്നിയിൽ നിന്ന് വരും. കപ്പയും മീനും, മീനിലെ പ്രോട്ടീനും ഫാറ്റും കപ്പയിലെ സ്റ്റാർച്ചും. അതുപോലെ തന്നെ കടലയും പുട്ടും, പുട്ടിലെ നാളികേരത്തിന്റെ ഫാറ്റുണ്ട്, അരിയുടെ സ്റ്റാർച്ചുണ്ട്, കടലയിലെ പ്രോട്ടീനുണ്ട്. ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് ട്രഡീഷണൽ സിസ്റ്റം ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ മാത്രമല്ല, കിടക്കാൻ പോകുന്ന കുട്ടിയോട് പറയും നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങാൻ പറയും. എഴുന്നേൽക്കാൻ പോകുന്ന വ്യക്തിയോട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സദാ ഗൗരി, പ്രഭാതേ കരദർശനം. കയ്യു നോക്കി ഈ മന്ത്രം ചൊല്ലി എഴുന്നേൽക്കാൻ പറയാനുള്ള കാരണം മനസ്സിലാക്കാൻ 1995 ശേഷമേ ആധുനിക ശാസ്ത്രത്തിന് സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ നന്മകൾ പറഞ്ഞതുണ്ടെങ്കിൽ അത് മുഴുവനും സ്വീകരിച്ച് ഒരു ദിവസം ഉപവാസം ഇരിക്കാൻ പറഞ്ഞാൽ ഈ 35 അടി നീളമുള്ള ഈ ഇൻഡസ്ട്രീൻ ഒന്ന് ക്ലീൻ ചെയ്യല. നമ്മൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാറില്ലേ? ഒരു ദിവസം വെള്ളം ഒന്നും ഒഴിക്കാതെ ക്ലീൻ ആക്കി ചെയ്യുന്നത് പോലെ, വീട് വൈറ്റ് വാഷ് ചെയ്യുന്നത് പോലെ ഉജ്ജ്വലമായി ഈ രീതിയിൽ ഒരു ക്ലീനിങ് നടത്തുകയാണ്. അപ്പൊ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോവൽ. വ്രതം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കുന്നത് വ്രതം. മറ്റേത് ഒരിക്കല്. ഭക്ഷണം കഴിക്കാതെ ഏത് കാര്യവും ചെയ്യാം, അത് ഒരിക്കലേ ആവുന്നുള്ളൂ. ഒരിക്കലിനെ വ്രതമാക്കി മാറ്റണമെങ്കിൽ ഈശ്വരോപാസന കൂടി അതിനകത്ത് വേണം. മക്കളെ എണ്ണ തേച്ചു വെയിലത്ത് കളിക്കാൻ വിടുന്ന അമ്മമാരുണ്ട്. കാരണം വേറൊന്നുമല്ല, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാകരുത്. എന്നാ പിന്നെ എണ്ണ തേക്കുന്നത് എന്തിനാ? വളരെ സിമ്പിളാ. ഈ മണ്ണിന്റെ പൊടി ശരീരത്തിൽ വരുമ്പോൾ ആ പൊടിയിലുള്ള ബാക്ടീരിയ ശരീരത്തിന്റെ പുറത്തുള്ള ഒരൊറ്റ സ്വെറ്റ് പോറിലും ഏൽക്കില്ല. ഓരോ വിയർപ്പിന്റെ ദ്വാരങ്ങളുണ്ട്, വിയർപ്പ് വരുന്ന ദ്വാരങ്ങള്, അവിടെ ഒറ്റ ബാക്ടീരിയ പോലും എത്തില്ല. ചൈൽഡ് കെയറിനെ കുറിച്ചുണ്ടായ ചർച്ചയില് 5 മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഓരോ വിഷയങ്ങൾ സംസാരിച്ച് കൺക്ലൂഡ് ചെയ്ത സമയത്ത് ഒരു സ്റ്റുഡന്റ് ചുവട്ടിൽ നിന്ന് ചോദിച്ചു, യു ഹാവ് ഗിവൺ എ വെറൈറ്റി ഓഫ് സജഷൻസ്, ക്യാൻ യു ജസ്റ്റ് ടെൽ ഇൻ 1 സെന്റൻസ് വാട്ട് ഈസ് ദ ഐഡിയൽ മെത്തേഡ് ഓഫ് ചൈൽഡ് കെയർ? ഈ അമ്മൂമ്മമാര്, ഒന്ന് മറിയാമ്മ, ഒന്ന് ത്രേസ്യാമ്മ, ഒന്ന് പാർവതിയമ്മ, ഒന്ന് ശോശാമ്മ, വേറെ ഒരെണ്ണത്തിന് അമ്മയില്ല. അങ്ങനെ 5 അമ്മമാര് അവര് പറഞ്ഞത് പരസ്പരം നോക്കിക്കൊണ്ട്, വി വുഡ് സജസ്റ്റ് ടു യു ഇൻ 1 സെന്റൻസ് ദാറ്റ് ദ ഗ്രാൻഡ് മാസ് ടെക്നോളജി ഈസ് വെരി ഗുഡ് ഫോർ ചൈൽഡ് കെയർ. അമ്മൂമ്മയുടെ ടെക്നോളജിയാണ് കുട്ടികളെ സംരക്ഷിക്കാൻ ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് 5.5 വർഷം MBBS പഠിച്ച് പുറത്തേക്ക് വന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തമാശന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യം, ഈ 5.5 വർഷം അതിനകത്തിരുന്ന് പഠിച്ചത് അമ്മൂമ്മയുടെ ടെക്നോളജിയാ? ഏതായാലും ഒരു കാര്യം വസ്തുതാപരമായിട്ടുള്ളത്, ചൈൽഡ് കെയർ എന്ന് പറയുന്നത് മുതൽക്ക് അവസാനമുള്ള അന്ത്യേഷ്ടി വരെ ഭാരതീയര്
ശരീരത്തിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എല്ലാ കർമ്മങ്ങളും ചെയ്തത്. ആ ഫോക്കസില് അബ്നോർമൽ എന്ന് പറയാൻ വളരെ കുറച്ച് ചിലത് മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്തത് എന്ന് പറയാൻ ചിലപ്പോൾ ആണുങ്ങൾക്ക് ചെവികുത്ത് അത് വേണ്ടാത്തതാകാം. ബാക്കി എല്ലാം തന്നെ നിഷ്ക്രമണമായാലും ചൂടാകർമ്മമായാലും വിവാഹമായാലും ഉപനയനമായാലും ഇതിനെല്ലാത്തിനും ഇന്ന് നമ്മൾ കാണുന്ന, ഇന്ന് നമ്മൾക്കറിയാൻ സാധിക്കാത്ത, അറിയുമെന്ന് ധരിക്കുന്ന പല അർത്ഥങ്ങളുമായിരുന്നില്ല. ശരീരത്തെ മനസ്സുമായി ചേർത്ത്, കുടുംബത്തോടു കൂടി ചേർത്ത് അതിൻ്റെ സമഗ്രമായ വളർച്ചയിൽ എത്തിച്ച് ഒരു ഉള്ളത് കൊണ്ട് സംതൃപ്തി നേടാനും നല്ലതിലേക്ക് ഉയരാനും ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകാനും പറ്റുന്ന ഒരു നല്ല പൗരനെ വാർത്തെടുക്കുക എന്ന ആരോഗ്യത്തിൻ്റെ നിറകുടമായിരിക്കുന്ന, എന്നും ഔഷധത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കാൻ പാകത്തിനുള്ള വ്യക്തികളെ വളർത്തെടുക്കുകയായിരുന്നു നമ്മുടെ മനഃശാസ്ത്രത്തിൻ്റെയും നമ്മുടെ ആരോഗ്യശാസ്ത്രത്തിൻ്റെയും നമ്മുടെ ആചാരശാസ്ത്രത്തിൻ്റെയും നമ്മുടെ ഭക്ഷണശാസ്ത്രത്തിൻ്റെയും നമ്മുടെ ജീവിതചര്യയുടെയും അടിസ്ഥാനപരമായ ഉദ്ദേശം. അവയെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഒരു സമഗ്ര വീക്ഷണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ മരുന്ന് പോലും സാധാരണ പറയാറുണ്ട്, അതിസർവത്ര വർജയേത്, എന്തും അധികമായാൽ അമൃതം വിഷം, അതിസൗന്ദര്യം സീത, അതിഗർവം രാവണസ്യ, അതിദാനശീലം മഹാബല്യ, അതിസർവത്ര വർജയേത്. സീതയ്ക്ക് സൗന്ദര്യം കൂടിയത് കൊണ്ട് അവൾ നശിച്ചു, രാവണന് അഹങ്കാരം കൂടിയത് കൊണ്ട് അവൻ നശിച്ചു, മഹാബലിക്ക് ദാനശീലം കൂടിയത് കൊണ്ട് മഹാബലി നശിച്ചു. എവിടെയെല്ലാമാണോ പരിധിക്കപ്പുറം എന്തെങ്കിലും വരുന്നത് അതെല്ലാം ഇല്ലാതാക്കേണ്ടത് അവനവന്റെ കർത്തവ്യമാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഭാരതീയ ചിന്താധാരകള് എന്നും പറഞ്ഞിരുന്നത്, എന്നും വിവരിച്ചിരുന്നത്. അതുകൊണ്ട് വ്യാസമുനിയെ കുറിച്ച് പറയാറുള്ളത് പോലെ ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ദുഃഖം വരുമ്പോൾ തകർന്നു പോകാതിരിക്കുക, സുഖം വരുമ്പോൾ എടുത്തു ചാടി ആർത്തട്ടഹസിച്ച് സന്തോഷിക്കാതിരിക്കുക. ഇതാണ് മനസ്സിന്റെ ബാലൻസിനെ കുറിച്ച് ഭാരതീയര് പറഞ്ഞ ദ ലാസ്റ്റ് വേർഡ്. അങ്ങനെയായിരുന്നു ഭാരതത്തിന്റെ അപ്രോച്ച്. മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ശരീരമാധ്യം ഖലു ധർമ്മസാധനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാൻ കാരണം എല്ലാ കർമ്മവും ശരീരത്തെ അടിസ്ഥാനമാക്കിയും ശരീരം എല്ലാ കർമ്മത്തെയും അടിസ്ഥാനമാക്കിയുമായിരുന്നു ഭാരതത്തില് ഒരു ജീവിതചര്യ ഉണ്ടായിരുന്നത്.